الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അളവറ്റ അനുഗ്രഹമാണ് സൃഷ്ടാവായ പടച്ച റബ്ബ് നമുക്ക് നൽകുന്നത് എന്ന് വിശ്വാസികളെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നു. ഏത് ഇല്ലായ്മയിലും അവനോട് ഇഖ്ലാസോടുകൂടി ഒരു തേട്ടം തേടുമ്പോൾ, ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ അവനത് സ്വീകരിക്കുന്നു, ഉത്തരം നൽകുന്നു എന്ന് അനുഭവം സാക്ഷി, ചരിത്രം സാക്ഷി, നമ്മുടെ ജീവിതം സാക്ഷി. വീടില്ലാത്ത ഒരു ദിവസം, തൊഴിലില്ലാത്ത ഒരു ദിവസം, ജീവിതത്തിൻ്റെ ഒരു നേർപാതി, ഒരു സഹധർമ്മിണി പോലുമില്ലാത്ത ഒരു ദിവസം, ഒരു അഭയാർത്ഥിയായിട്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മദിയൻ എന്ന് പറയുന്ന രാജ്യത്തെത്തിയ കഥ ഖുർആൻ പറയുന്നുണ്ട്. ഒന്നുമില്ല അന്ന്. അവിടെ ഒരു വെള്ളം കോരിക്കൊണ്ടുപോകുന്ന കുറേ ആളുകളെ കണ്ടപ്പോൾ, രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ മൂസ അവരോട് വിവരമന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ശുഐബ് നബിയുടെ മക്കൾ, ഈ തിരക്ക് തീർന്നിട്ടേ ഞങ്ങൾ വെള്ളമെടുക്കാറുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ നല്ല തിരക്കാണ്. അതുവരെ കോരാത്ത ഒരു പുതിയ വഴി കോരാൻ മൂസ കണ്ടെത്തുകയും അപ്പുറത്ത് നിന്ന് വെള്ളം ആ കുട്ടികൾക്ക് ആ കിണറിൽ നിന്ന് കോരിക്കൊടുക്കുകയും ചെയ്തൊരു സംഭവമുണ്ട് ഖുർആനിൽ. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് ഫസഖാലഹുമാ, അവർക്ക് രണ്ടുപേർക്കും അദ്ദേഹം വെള്ളം കോരിക്കൊടുത്തു. സുമ്മ തവല്ല ഇല ളിൽ, ഒരു മരത്തിൻ്റെ തണലിലേക്ക് അദ്ദേഹം മാറിയിരുന്നു. ഫഖാല, എന്നിട്ട് മൂസ പറഞ്ഞു, ആ രംഗം നമ്മൾ വീണ്ടും ഓർക്കുക, ഒന്നുമില്ല എന്ന്, ഒരു വീടില്ല, ഒരു ഇണയില്ല, ജോലിയില്ല,
ഒന്നുമില്ല, ഒരു അഭയാർത്ഥിയായിട്ട് നാട് വിട്ട് വന്ന ഒരുത്തൻ. ആ നേരത്തെ ഒരു ദുആയുണ്ട്, റബ്ബി ഇന്നി ലിമാ അൻസൽത മിൻ ഖൈരിൻ ഫഖീർ. സൂറത്ത് ഖസസിലെ 24-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. മൂസാ നബിയുടെ ദുആയാണ്, പടച്ചവനെ നീ എനിക്ക് ഇറക്കിത്തരണം. ലിമാ അൻസൽത മിൻ ഖൈരിൻ, എന്ത് നന്മ നീ ഇറക്കിയാലും, ഫഖീർ, ഞാൻ ആവശ്യമുള്ളവനാണ്, എനിക്ക് ആവശ്യമുണ്ട് റബ്ബേ. അതിന്റെ തഫ്സീർ പറയുന്നത് അന്ന് സൂര്യൻ അസ്തമിച്ചില്ല, മൂസായുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടല്ലാതെ എന്നാണ്. അടുത്ത നിമിഷം തന്നെ ശുഐബ് നബിയുടെ മകളിൽ ഒരാൾ വന്ന് അദ്ദേഹത്തെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോവുകയും അതൊരു വിവാഹമായി മാറുകയും ആ വിവാഹത്തിൻ്റെ മഹറായിട്ട് 8 വർഷം ആടുമേക്കൽ നിശ്ചയിക്കപ്പെടുകയും, അപ്പോൾ വീടായി, സഹധർമ്മിണിയായി, തൊഴിലായി, വരുമാന മാർഗമായി. ആ രാത്രി അങ്ങനെയാണ് അസ്തമിച്ചു പോയത് എന്ന് തഫ്സീറുകളിൽ കാണുന്നു. ഓർമ്മപ്പെടുത്തിയത്, ജീവിതത്തിൽ എന്ത് വിഷമങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ഉള്ളമറിഞ്ഞ് പടച്ചറവനോട് പറയുക, തേടുക എന്നുള്ളത് വിശ്വാസിക്ക് ഏറ്റവും പ്രധാനമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കാണുന്നത്, മദീനയിലേക്ക് വന്ന, മക്കായിൽ നിന്ന് വന്ന ഒരുപാട് മുഹാജിറുകൾ മദീനയിൽ അവർ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കുടിവെള്ളത്തിന് രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെട്ടൊരു കാലം. അവിടെ ഒരു ജൂതൻ്റെ കിണറുണ്ട്, അതിൻ്റെ പേര് റൂമ എന്നാണ്. റുമാത്ത് എന്ന പദത്തിൽ നിന്ന് വന്നതാണെന്ന് കാണുന്നു. ആ കിണറിൽ അയാൾ കോരുന്ന വെള്ളത്തിനൊക്കെ വിലപേശി വില വാങ്ങുന്ന ഒരു കാലം. പണമില്ലാത്തവൻ അവിടെ പോയി കോരാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഒരു ചോദ്യമുണ്ട്, റൂമാ കിണർ ആരാണോ നമുക്ക് ദാനം ചെയ്യുന്നത്, വഖഫ് ചെയ്യുന്നത്, അള്ളാഹു സ്വർഗത്തിൽ അവർക്കൊരു കിണർ ഒരുക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വരുന്നുണ്ട്, ജൂതനോട് പറയാ, ഈ കിണർ ഞാൻ വാങ്ങാൻ പോകുന്നു, വില നിശ്ചയിച്ച് കച്ചവടം ഉറപ്പിക്കാം. മുസ്ലിങ്ങൾക്കത് വിൽക്കാൻ അയാൾക്ക് ഒരിക്കലും താല്പര്യമില്ല. കച്ചവടം നടക്കാതിരിക്കാൻ വേണ്ടി ജൂതൻ പറഞ്ഞു, എന്നാൽ 35,000 ദിർഹം തരണം എന്നാണ്. നടക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു 2 രൂപയുടെ പെന്നിന് ഒരാൾ 20,000 രൂപ പറഞ്ഞാൽ ഒരാൾ വാങ്ങില്ലല്ലോ. അന്നത്തെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു വിലയായിരുന്നു അത് എന്നാണ്. 35,000 ദിർഹം തന്നാൽ ഞാനിത് വിൽക്കാൻ സന്നദ്ധനാണ്. വാക്കാണ്. ഉസ്മാൻ ഉടനെ പറഞ്ഞു, എങ്കിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. 35,000 ദിർഹം കൊടുത്തിട്ട് ജൂതനിൽ നിന്നത് വാങ്ങി. എന്നിട്ട് അദ്ദേഹം വഖഫ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ. അത് വേറെ കാണുന്നു. അതുകൊണ്ട് ബിർ റൂമ പിന്നീട് ബിർ ഉസ്മാൻ എന്ന പേരിൽ പോലും അറിയപ്പെട്ടു. മദീനയിൽ പരിചയമുള്ള ആളുകൾക്കറിയാം, സമൃദ്ധമായി ഈത്തപ്പനത്തോട്ടങ്ങൾ ഇന്നും നിലകൊള്ളുന്ന ഒരു തോട്ടത്തിൽ ആ കിണർ ഇപ്പോഴും പൂർണ്ണമായ ജലസമൃദ്ധിയോടെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അടയാളപ്പെടുത്തുന്ന സുഹൃതങ്ങളുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ. കടന്നു പോകുന്ന രാവും പകലുകളും നമ്മളെ വിട്ടൊഴിഞ്ഞു പോവുക. പുതുവത്സരം ആഘോഷിക്കുന്ന കാലമാണ്, ആളുകളാണ്. സത്യത്തിൽ ഓരോ ദിവസവും അങ്ങോട്ട് കടന്നു പോവുക. മരണത്തിലേക്ക് നമ്മുടെ കാല് പിന്നെയും അടുത്തു വെച്ചു. കാലം പിന്നെയും ഒരു പുതിയ കലണ്ടറിന് സമ്മാനിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ആയുസ് പിന്നെയും തീർന്നു എന്ന ബോധ്യമാണ് ഒരു മനുഷ്യന് വേണ്ടത്. അവിടെയാണ് ഈ നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വഖഫ് ചർച്ചയാകുന്ന ഒരു പുതിയ സാഹചര്യമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പൊതുവെ. അത് കൈയിട്ട് വാരാൻ, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അതിൽ പുതിയ നിയമനങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ അത് ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമാകാൻ നിയമങ്ങൾ ചർച്ചയാകുന്ന ഒരു പുതിയ കാലത്ത് വിശ്വാസികളെന്ന രീതിയിൽ കഴിഞ്ഞ തലമുറ നമ്മുടെ നാട്ടിൽ ചെയ്ത
ആ അറ്റുപോയ ഒരു വലിയ സുഹൃതം അതൊരു ചെറിയ സംഗതിയല്ല എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ടല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്, റസൂലുള്ളാഹി പറയാണ്, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യനങ്ങ് മരിച്ചുപോയാൽ ഇൻഖതഅ അമലുഹു, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. ധാരാളം നമ്മൾ കേട്ടിട്ടുള്ളതാകണം. അതിൽ ഒന്നാമത്തെ പറയാണ് സ്വദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന ഒരു ദാനധർമ്മം. അയാൾ മരിച്ചു പോയപ്പോഴും അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതൊരു കെട്ടിടമാകാം, അതൊരു മദ്രസയാകാം, അതൊരു മസ്ജിദാകാം, അല്ലെങ്കിൽ ദീനിന്റെ സംരംഭത്തിന് വേണ്ടി ഉള്ള എന്തുമാകാം. പക്ഷെ അതവിടെ എപ്പോഴും നിലനിൽക്കുന്നു. സ്വദഖത്തിൻ ജാരിയ ഒന്ന്. മറ്റൊന്ന് ഇൽമിൻ യുന്തഫഉ ബിഹി, ഉപകാരമുള്ള അറിവ്. 6 അടി മണ്ണിൽ അയാൾ കിടക്കുന്നുണ്ട്, പക്ഷേ അയാൾ പറഞ്ഞിട്ട് പോയത് ഇപ്പോഴും അന്തരീക്ഷത്തിൽ ബാക്കിയാണ്. അയാൾ പറഞ്ഞ സുഹൃതങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അടുത്ത തലമുറ കേട്ടുകൊണ്ട് സായുജ്യമടയുന്നുണ്ട്. കണ്ണടച്ചുപോയ മനുഷ്യന്റെ കണ്ണു തുറന്ന കാലത്തെ നന്മയുടെ ഒരുപാട് ഓർമ്മകൾ അപ്പോഴും ബാക്കി. മൂന്നാമത് റസൂലുള്ള പറയാണ് ഓ വലദിൻ സ്വാലിഹ്, ഒരു നല്ല മകൻ, സന്താനം. ആ സന്താനത്തിന്റെ പ്രത്യേകത യദ്ഉ ലഹു, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. കണ്ണടച്ച് പോയപ്പോഴും പിതാവിന് വേണ്ടി, വിട പറഞ്ഞു പോയപ്പോഴും മാതാവിന് വേണ്ടി, ജീവിതത്തിന്റെ നേർപ്പാതി 6 അടി മണ്ണിൽ പോയപ്പോഴും അവൾക്ക് വേണ്ടി, കുടുംബത്തിന്റെ വിളക്കുമാടങ്ങൾ കെട്ടുപോയപ്പോഴും അവർക്ക് വേണ്ടി ദുആകളിൽ അവരിങ്ങനെ കടന്നു വരുന്നു. കൈ ഉയർത്തുമ്പോ അറിയാതെ ആ മുഖങ്ങൾ തെളിഞ്ഞു വരുന്നു, ആ ചലനങ്ങൾ ഓർമ്മയാകുന്നു. ആ കൈ പിടിച്ചു കൊണ്ടുപോയ ആ വിരലിൽ തൂങ്ങിയിട്ട് ജീവിതത്തിന്റെ വസന്തകാലത്തിന്റെ പ്രാരംഭത്തിലെ ഓരോ സംഗതികളും അയാൾ ഓർത്തെടുക്കുന്നു. ഈ 3 സംഗതികൾ നിങ്ങൾ മരിച്ചുപോയാലും മുറിഞ്ഞു പോവുകയില്ല. സൂറത്ത് യാസീനിലെ 12ാമത്തെ ആയത്താണ് ഓതി വെച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്, നമ്മൾ ധാരാളം കേട്ടുപോവുക. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നാമാണ് മരിച്ചവരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. വനക്തുബു, നാം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, മാ ഖദ്ദമു, അവർ പ്രവർത്തിച്ചത്, വആസാറഹും, അതിൻ്റെ അടയാളങ്ങളും. എൻ്റെ തഫ്സീർ നോക്കുമ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു രേഖയിൽ അല്ലാഹു ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ തുടങ്ങി ഖുലഫാഉർ റാഷിദുകൾ അങ്ങനെ തന്നെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് വഖഫുകൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. പുതിയൊരു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരു 50 കൊല്ലത്തിന് ശേഷം പൊതുവേ നമുക്ക് അങ്ങനെ വഖഫിൻ്റെ ഒരു സംവിധാനം നമ്മൾ കാണുന്നില്ല. നമ്മളെ നാട്ടിനെ പറ്റി പഠിച്ചാൽ മഹല്ലുകളിൽ ഒരുപാട് പള്ളികൾക്ക് സ്ഥലം ഉണ്ടാകാം, ഖബർസ്ഥാൻ ഉണ്ടാകാം, പള്ളികളുണ്ടാകാം, മറ്റു പലതും ഉണ്ടാകാം. പക്ഷെ അതൊക്കെ കഴിഞ്ഞ തലമുറയിലെ ആളുകൾ ദാനം ചെയ്തതാണ്, അവർ വഖഫ് ചെയ്തതാണ്. പുതിയ തലമുറയിൽ അങ്ങനെ ഒരു ദാനധർമ്മം മറന്നുപോയതോ അതിൻ്റെ പ്രാധാന്യം അസ്തമിച്ചു പോയതോ അല്ലെങ്കിൽ ഒരു നാട്ടിൽ ആവശ്യമില്ലാതെ പോയതോ എന്തു ആവാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഖൈബർ യുദ്ധത്തിൻ്റെ ദിവസം ഒരുപാട് സ്ഥലം കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന് ഗനീമത്തായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അദ്ദേഹം വന്ന് പറയാം, ഇത് ഞാൻ ദീനിന് ദാനം ചെയ്യാൻ പോവുകയാണ്. റസൂലുള്ളാഹി പറയാണ്, അത് നീ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലുള്ള ഉപകാരങ്ങൾ നീ ആളുകൾക്ക് ദാനം ചെയ്തോ. അപ്പോൾ ആ തോട്ടത്തിൽ ഒരുപാട് കൃഷിയിടങ്ങൾ, ഒരുപാട് ഈത്തപ്പനകൾ, മുന്തിരികൾ, വഴിപോക്കന്മാരായ യാത്രക്കാർക്ക്, അതുപോലെ ദരിദ്രർക്ക്, അതുപോലെ അവിടുത്തെ അടിമകൾക്ക്, അതുപോലെ ഇങ്ങ് നിന്നോ വരുന്ന അതിഥികൾക്ക് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് വഖഫ് ചെയ്യുന്ന ഒരു സംഭവം കാണുന്നു. സ്വഹീഹ് ബുഖാരിയിൽ ഈ സംഭവം അങ്ങനെ ഉദ്ധരിക്കുന്നത് കാണുന്നുണ്ട്. 70ഓളം അൻസാരികൾ ഇതുപോലെ അന്ന് മദീനയിൽ വഖഫ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
മസ്ജിദ് ഖുബായിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നിൽ ഒരു വഖഫുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ നിർമ്മിച്ച മസ്ജിദുൻ നബവിയുടെ പിന്നിലും ഒരു വഖഫിൻ്റെ ചരിത്രമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്, ലമ്മാ ഖദിമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, റസൂലുള്ളാഹി മദീനയിലെത്തി, ഫഅമറ ബിബിനാഇൽ മസ്ജിദ്, അങ്ങനെ ഒരു പള്ളി നിർമ്മിക്കാൻ നബി കൽപ്പിച്ചു. ഫഖാല യാ ബനി നജ്ജാർ സാമിനൂനി, ആ പള്ളി ഉണ്ടാക്കാനുള്ള വില നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. ബനു നജ്ജാർ ഗോത്രമേ, ഒരു നല്ല സമ്പന്നന്മാരാണ് അവിടുത്തെ, അവരോട് പറയാ നിങ്ങളത് ഏൽപ്പിക്കണം. ഖാലൂ, അവർ പറഞ്ഞു, അല്ലാ നത്ലുബു സമനഹു ഇല്ലാ ലില്ലാഹ്, ഞങ്ങളത് മൊത്താണ് സ്ഥലം ഏൽപ്പിക്കാൻ പോവുകയാണ്, അതിൻ്റെ വില ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, പ്രതിഫലം അല്ല മാത്രം തന്നാൽ മതി. ആ സ്വരൂപിച്ച പണമാണ് അവിടുത്തെ 2 അനാഥ മക്കളുടെ സ്ഥലം വിലക്ക് വാങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയുടെ നിർമ്മാണം നിർവഹിച്ചത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, വളരെ പ്രാധാന്യമർഹിക്കുന്ന, ജീവിതത്തിൽ എപ്പോഴാണ് ഈ അവസരങ്ങളൊക്കെ അറ്റുപോകുക എന്നറിയാത്ത, സാധിക്കുമ്പോഴല്ലേ ചെയ്യാൻ കഴിയുള്ളൂ ഏത് കാര്യങ്ങളും. പക്ഷെ മനുഷ്യനൊരു പ്രശ്നമുള്ളത് എന്താണെന്നറിയോ, എപ്പോഴാണോ നമുക്ക് സാധിക്കാതെ വരുന്നത് അപ്പോൾ നമ്മളെ മനസ്സ് തോന്നും അത് ചെയ്യണം എന്ന്. പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് കൊടുക്കുക, പീഡിയ കൊലായ്മ ഇങ്ങനെ ഇരിക്കുക, അപ്പോൾ തോന്നുക പെരീക്ക് പോകണം അല്ലേ, ഹയ്യ അലസ്സലാഹ്, പള്ളിയിലേക്ക് വരണേ നിസ്കരിക്കാൻ, ഹയ്യ അലൽ ഫലാഹ്, ഇത് വിജയമാണ് ജീവിതത്തിൻ്റെ, ഇരുലോക ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കാഹളം മസ്ജിദിൻ്റെ മുനാരത്തിൽ മുഴങ്ങിയപ്പോൾ അപ്പോൾ അയാൾക്ക് അന്ന് തോന്നിയില്ല, അയാൾ തിരിഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷെ അയാൾ തളർന്ന് കിടക്കുമ്പോൾ ഈ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട് പെരേക്ക്. അന്ന് തോന്നാണ് ഈ മനുഷ്യന്, നടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ ഒരു പുറം കുഴയാതിരുന്നെങ്കിൽ എനിക്കും പോകണമായിരുന്നു മസ്ജിദിലേക്ക് എന്ന് അയാൾക്ക് അപ്പം തോന്നുമെന്നാണ് മനുഷ്യൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. അതറിഞ്ഞിട്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സംഗതികളൊക്കെ പറഞ്ഞത്. 5 കാര്യം നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് 5 കാര്യം ചെയ്യണം കേട്ടോ എന്നാണ്. അത് ഒരു സംഗതി, കൊടിയ ദാരിദ്ര്യം നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹു തന്ന സമ്പത്തിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. രോഗം നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹു തന്ന ആരോഗ്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വാർദ്ധക്യം നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ മനോഹരമായ യൗവനം നിങ്ങൾ അടയാളപ്പെടുത്തുക. അങ്ങനെ കുറേ സംഗതികൾ പഠിപ്പിക്കുന്നത് കാണുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നത് വിശദമായ ഒരു ഹദീസ് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, മരണത്തിന് ശേഷം ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അവന്റെ നന്മകളും അവനിലേക്ക് പിന്നെയും വന്നു ചേരുന്നു. അല്ലമഹു, അവൻ പഠിപ്പിച്ചതും, വനശറഹു, അവൻ വ്യാപൃതമാക്കിയതും. ഇൽമുൻ യുന്തഫഉ ബിഹി എന്ന് നേരത്തെ വേറെ ഒരു രീതിയിൽ പറഞ്ഞ അതേ സംഭവമാണ് ഈ പറയുന്നത്. ഒന്ന്. രണ്ടാമത് പറയുന്നത് വവലദൻ സ്വാലിഹൻ തറകഹു, അവൻ വിട്ടേച്ചു പോയ നല്ലവനായ ഒരു മകൻ. ആ മകന്റെ പ്രവർത്തനം, അവന്റെ പ്രാർത്ഥന. തഫ്സീറുകളൊക്കെ വായിക്കുമ്പോൾ മകൻ അവന്റെ പ്രവർത്തനം തന്നെയാണെന്നാ പറയുന്നത്. ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും അവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല. അതിന്റെ തഫ്സീർ വായിക്കുമ്പോൾ കാണാം, ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, മകൻ അവന്റെ പ്രവർത്തനമാണ്. മകൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ നന്മകൾ പിതാവിന് ഖബറിടത്തിൽ ലഭ്യമാകുന്നു എന്നാണ്. സ്വർഗത്തിലെത്തിയ ഒരു മനുഷ്യൻ ഒരുപാട് സുഹൃതങ്ങൾ ഇങ്ങനെ കാണുന്നു, കൂമ്പാരമായി ഒന്നുകൂടിയ പ്രതിഫലങ്ങൾ. ആ പ്രതിഫലം കണ്ട ആ മനുഷ്യൻ അന്തം വിട്ടിട്ട് പറയാണ്, യാ റബ്ബി, ഇതൊക്കെ ഞാൻ ചെയ്തതാണോ? ഇതൊക്കെ എങ്ങനെ? അപ്പോൾ അള്ളാന്റെ ഭാഗത്തു നിന്നൊരു മറുപടി ഉണ്ട്, നീ പോന്നതിൽ പിന്നെ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥനകളുടെ ആഴമാണ്, അതിൻ്റെ സുഹൃതമാണ് സഹോദരാ നീ അനുഭവിക്കുന്നത്.
അപ്പം മകൻ, അതുകൊണ്ടാണ് നല്ല മകൻ. ഇബ്രാഹിം നബി മകനില്ലാത്ത കാലത്ത് ദുആ ചെയ്തത് എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടാകണം പെരയിൽ, നല്ല റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പഠിച്ചോനെ ഒരു നല്ല കുട്ടി വേണം. മക്കളുണ്ടായിട്ട് അത് നല്ലതല്ലെങ്കിൽ അത്ര ദുഃഖിക്കുന്ന മനുഷ്യന്മാർ വേറുണ്ടോ? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മക്കളെന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്. അത് നല്ലതല്ലെങ്കിൽ എന്ത് ചെയ്യും? അവനെ കൊണ്ട് ഒരു കൺകുളിർമയും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവൻ കുടുംബത്തിന് ഭാരവും ദുഃഖവും, നാട്ടുകാർക്കിടയിലുള്ള അവൻ്റെ പെരുമാറ്റം കാരണം പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു പിതാവിൻ്റെ ജീവിതത്തോളം ദുരിതപൂർണ്ണമായത് വേറെ എന്താ ഉള്ളത്? അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു നല്ല മകൻ വമുസ്ഹഫൻ വറസഹു, അവൻ അനന്തരം കൊടുത്ത ഒരു മുസ്ഹഫ്. അതിൻ്റെ പ്രാധാന്യം കണ്ടിട്ടായിരിക്കണം പഴയ കാലത്ത് പള്ളികളിലേക്കൊക്കെ ആളുകൾ മുസ്ഹഫുകൾ വഖഫ് ചെയ്തത് കാണുന്നു. അതിൽ വന്ന ആളുകൾ ഇങ്ങനെ ഓതണം. പുതിയ കാലത്ത് മുസ്ഹഫിൽ ഓത്ത് കമ്മിയായി, എല്ലാവരും മൊബൈലിലാണ് ഓതണവർ പോലും ഓതണത്. അതിങ്ങനെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതാകുമ്പോൾ അത്രത്തോളം ആളുകൾ അത് ഉപയോഗിക്കുന്നു. അതിനനുസൃതമായിട്ട് ഖബറിൽ കിടന്നാലും പ്രതിഫലം. ഔ മസ്ജിദൻ ബനാ, അവൻ നിർമ്മിച്ച ഒരു മസ്ജിദ്, ഒരു പള്ളി ഒരാളുണ്ടാക്കിയാൽ, ഒരാളുണ്ടാക്കുന്ന പള്ളിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഹദീസൊക്കെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ട അറബ് സഹോദരന്മാർ ഒരു കാലത്ത് കേരളക്കരയിൽ എത്രമേൽ മസ്ജിദുകളുടെ നിർമ്മാണത്തിൽ അവരുടേതായ പങ്ക് വഹിച്ചു. അപ്പോൾ അവർ പറയും വേറെ ആരുടെയും പണം കൂട്ടരുത് എന്ന് വരെ പറയുന്ന ഒരു രീതി കാണാൻ സാധിക്കും. മസ്ജിദൻ ബനാ മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. മസ്ജിദ് അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ അള്ളാഹ് സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഔ ബൈതൻ ലിഇബ്നിസ് സബീലി ബനാ, അല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു വീട്. പഴയകാലത്ത് സത്രം, ലോഡ്ജ് സംവിധാനമൊന്നും വന്നിട്ടില്ല. ദീർഘദൂര യാത്രക്കാർ എവിടെയെങ്കിലും സത്രങ്ങളിൽ രാപ്പാർക്കുന്ന ഒരു കാലം കടന്നുപോയി. അത് വഖഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുകൾ ധാരാളമായിട്ട്. ഈ ഹദീസിന്റെ പിൻബലത്തിൽ ഔ നഹ്റൻ നജ്റാ, അല്ലെങ്കിൽ ഒഴുകുന്ന നദികൾ, ജലാശയങ്ങൾ, കിണറുകൾ, മനുഷ്യന് കുടിക്കാൻ. ഔ സദഖത്തൻ, അല്ലെങ്കിൽ ദാനധർമ്മം. അഖ്റജഹാ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതി, അവൻ്റെ ജീവിതത്തിലും അവൻ്റെ നല്ല ആരോഗ്യകാലത്തും അവനത് പുറത്തെടുത്തു. യൽഹഖുഹു മിൻ ബഅദി മൗതി, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട്, മരണത്തിന് ശേഷം അവൻ്റെ ഖബറിടത്തിലേക്ക് അതിങ്ങനെ വന്നു ചേരുന്നു. അടയാളപ്പെടുത്താൻ ഒന്നുമില്ലാത്ത കാലം അത് ഈ ജീവിതത്തിൽ നമ്മൾ അടയാളപ്പെടുത്തി കടന്നു പോകുന്നു. അതാണ് ഈ വഖഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിൽക്കുക എന്നാണ്. വിദേശത്ത് പോയ ആളുകൾക്കറിയാം സ്റ്റോപ്പ് എന്നുള്ളതിന് പകരം ഖിഫ് എന്നവിടെ ബോർഡ് വെച്ച് കാണാം. നിൽക്കുക എന്നാണ് അതിനർത്ഥം. ഒരു മുതലൊരിടത്ത് ഇങ്ങനെ നിർത്തുക എന്നാണ് അതിൻ്റെ പച്ച മലയാളം. അതവിടെ നിൽക്കുക. അതിൻ്റെ ഉപകാരന്മാരൊക്കെ എടുക്കുന്നുവോ അതിനൊക്കെ പ്രതിഫലം, ഇതിൻ്റെ സ്വാധീനം ചെറുതല്ല. അതുകൊണ്ടാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇവിടെ ഈ മഹലിൻ്റെ ഒരടയാളം പോലെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ തറക്കല്ലക്കടൽ കഴിഞ്ഞു. പിന്നെ വയനാട്ട് പ്രശ്നമൊക്കെ കാരണം അങ്ങനെ അങ്ങോട്ട് നീണ്ടുപോയതാണ്. ഇത് ഞാൻ എന്നെ പറയാൻ ഏൽപ്പിച്ച് ഞാൻ പറയല്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അതിപ്പോൾ അങ്ങനല്ല, ആർക്കും പങ്കുവഹിക്കാൻ പറ്റിയൊരു സംഗതിയാണ്. അത് വഖഫായിട്ട് മാറും. അതിങ്ങനെ അടയാളമാണ്, നിലനിൽക്കുകയാണ്. അതിൻ്റെ ഇത്ര സംഖ്യ, അല്ലെങ്കിൽ അതിന് ഇത്ര ചാക്ക് സിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കമ്പി ഇന്നത് കൊടുക്കാൻ ഓരോരുത്തർക്ക് കഴിയണം. അത് അടയാളമാണ്. കാരണം നമ്മൾ പോയാൽ പിന്നെ ഒന്നുമില്ല. ആർക്ക് വേണ്ടിയാണ് പിശുക്ക് ഉണ്ടാക്കിയതെന്നറിയോ? മകന് വേണ്ടിയാ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയാ. പോയപ്പോൾ പിന്നെ ആ മക്കൾ തിരക്ക് കൂട്ടുക അല്ലേ? എത്ര പാവം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്. പാപ്പ 10 ദിവസം അവിടെ അധികം നിന്നു എന്ന് പറയുന്നതിന് വക്കാണ നിങ്ങൾ കൊണ്ടുപോയിക്കോളി, ഞങ്ങൾ കുറേ ആയി എന്ന് പറയാം. ആ മനുഷ്യനെ എത്ര പറയാണ്ടാവുമെന്നറിയോ? അയാളൊരു ഭൂതകാലത്തിൻ്റെ ഒരാരോഗ്യത്തിൻ്റെ ഒരു യൗവനത്തിൻ്റെ, ഇവന് വേണ്ടി ഒരു നല്ല ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു അല്ലേ? ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണം കഴിച്ച് ഏറ്റവും വില കുറഞ്ഞ വീട്ടിൽ പാർത്ത് ഇപ്പം അതൊക്കെ ബാക്കിയുള്ളവന് വേണ്ടി വിട്ടേച്ച് പോയപ്പോൾ ദുനിയാവിൽ പോലും അനുഭവിക്കാനായില്ല. ഇനി എൻ്റെ റബ്ബേ, എൻ്റെ പരലോകമോ?
അങ്ങനെ കരഞ്ഞുപോയ എത്ര മാതാപിതാക്കളുണ്ട്. അത് ഓർമ്മപ്പെടുത്തണം, അതൊരു അടയാളമാണ്. അതുകൊണ്ട് അടയാളങ്ങൾ ഉണ്ടാകണം, ജീവിതത്തിന് അടയാളങ്ങൾ ഉണ്ടാകണം, വന്നു പോയതിന് അടയാളങ്ങൾ ഉണ്ടാകണം. ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന അബ്ബാസി ചക്രവർത്തിയുടെ സഹധർമ്മിണിയുടെ പേര് സുബൈദ. ഹജ്ജിന് പോയ ആളുകൾക്കറിയാം, ഒരു മലയുടെ ചുറ്റും ഒരു മതിൽക്കെട്ട് ഇങ്ങനെ കാണും പൊട്ടിപ്പൊളിഞ്ഞത്. അതൊരു അടയാളമായിരുന്നു ഒരു കാലത്ത്. ഹജ്ജിന് വരുന്ന ആളുകൾക്ക്, അതുവഴി സഞ്ചരിക്കുന്ന യാത്രാ സംഘങ്ങൾക്ക്, അതുവഴി കടന്നു പോകുന്ന ഒട്ടകക്കൂട്ടങ്ങൾക്ക്, കാഫിലകൾക്ക് വെള്ളം കുടിക്കാനുള്ളൊരു സംവിധാനമാണ് അന്നത്തെ. മഴ അങ്ങോട്ട് പെയ്താൽ മലയുടെ മുകളിൽ നിന്ന് 4 ഭാഗത്തേക്കും വെള്ളം ഒഴുകും. അത് ഒരു കെട്ടിലായിട്ട്, ഒരു ജലാശയത്തിൻ്റെ കെട്ടായിട്ടത് മാറും. ശുദ്ധമായ ജലം. ആളുകൾ എത്രയോ കാലം, നൂറ്റാണ്ടുകളോളം അത് ഉപയോഗിച്ചു. ഒരു സൗകര്യവുമില്ലാത്ത കാലത്ത് അത് ചെയ്ത മഹദിയുടെ പേര് സുബൈദ എന്നാണ്. ആ കെട്ടിന്റെ പേര് സദ് സുബൈദ എന്നാണ്. ഹജ്ജിനും ഉംറക്കൊക്കെ പോയ ആളുകൾ കണ്ടിട്ടുണ്ടാകണം. അതൊരു വഖഫാണ്. ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റികൾ പോലും വഖഫ് ചെയ്യുന്ന ആളുകളെ കാണുന്നു. കാരണം അത് തലമുറകൾക്ക് പഠിക്കാൻ, അതുവഴി കടന്നു വരുന്ന ആളുകൾക്ക് ഓർമ്മയായി മാറാൻ. അതുകൊണ്ട് ആണ് പെണ്ണ് എൻ്റെ കാക്കു നല്ല കൊടുക്കും, ഞാൻ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊന്നും കരുതണ്ട. ഒറ്റപ്പെടുകയാണ്, അവസാനം ഒറ്റക്കേ നമ്മളുള്ളൂ. അതൊരു ബോധം നല്ലതാണ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ പോണൊരു രംഗമുണ്ടല്ലോ, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും നോക്കിടുന്നുണ്ട് ദയനീയമായിട്ട്. അയാളുടെ വികാരങ്ങൾ അനുഭവിക്കാൻ അയാൾക്ക് മാത്രമേ അപ്പോൾ ഉള്ളൂ. അയാൾ ഒറ്റക്കാണ്, അയാളുടെ വേദന അയാളുടെ ഒറ്റക്കാണ്, അയാളുടെ സകല വികാരങ്ങളും അയാൾ ഒറ്റക്ക് അനുഭവിക്കണം. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നോക്കും. അത് ദയനീയതയുടെയും പ്രാർത്ഥനയുടെയും നോട്ടമായിരിക്കണം. അത്രയേ ഉള്ളൂ. അതൊരു ഓർമ്മ ഉണ്ടാകണം. അതുകൊണ്ട് ആ സംരംഭം, അതിൻ്റെ പ്രാധാന്യം സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നവരെ നിങ്ങൾ വിശ്വാസിയല്ല. അപ്പൊ ആ ആയത്തുങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ ഒരു സഹാബിയുടെ ഉള്ളു പടിയാണ്. അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു തോട്ടമുണ്ട് മദീനയിൽ, ബൈറുഹ എന്നാണ് അതിൻ്റെ പേര്. വലിയ ഇഷ്ടമാണത്. നിസ്കാരം കഴിഞ്ഞ് അപ്പോൾ ഓടും അങ്ങോട്ട്. അവിടെ വെള്ളം ഒഴിക്കാൻ, അതിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാൻ, അതിന് വേണ്ട ക്രയവിക്രയങ്ങളുമായിട്ട് ഓടിപ്പോവുകയാണ് മനുഷ്യൻ. നബിക്ക് ആ തോട്ടം ഇഷ്ടമായിരുന്നു എന്നാണ്. അദ്ദേഹം നബിയോട് പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ എൻ്റെ തോട്ടത്ത് കയറിക്കോളൂ, അവിടുത്തെ ഏത് പഴവും നിങ്ങൾ തിന്നോളൂ, എനിക്ക് തൃപ്തിയാണ്. നബിക്കും ഇഷ്ടമായിരുന്നു എന്നാണ്. നബിയും ആ തോട്ടത്തിൽ കയറുമായിരുന്നു. ഈ ആയത്തിറങ്ങിയ പിന്നെ അദ്ദേഹം വരിക നബിയുടെ അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോട്ടാണ്, ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ ദാനധർമ്മം ചെയ്താലല്ലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടൂ എന്നല്ലേ ആയത്ത്. അതുകൊണ്ട് എൻ്റെ ബൈറുഹ തോട്ടം ഞാൻ ദീനിന് സമർപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ കൈപിടിച്ച് പറഞ്ഞത്, നിന്റെ കുടുംബത്തിലെ പാവങ്ങൾക്ക്, അതുപോലെ നാട്ടിലെ പാവങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം നീ ദാനം ചെയ്യുക. അങ്ങനെ ഒരു പൊതു തോട്ടമായിട്ടത് മാറുക. ഇല്ലാത്തവന് വന്നെടുക്കാം. അവിടുത്തെ പഴങ്ങൾ, അവിടുത്തെ ഈത്തപ്പനകൾ, അവിടുത്തെ ഈത്തപ്പഴങ്ങൾ ഒക്കെ ഇല്ലാത്തവന് വന്നെടുക്കാൻ പറ്റാവുന്ന തരത്തിൽ മനോഹരമായൊരു വഖഫായി മാറുന്നത് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ പോയാലും ചില അടയാളങ്ങൾ ഉണ്ടാകണം. നമുക്ക് ഒറ്റക്കാണ്, ജീവിതത്തിൽ തന്നെ പലപ്പോഴും ഒറ്റക്കാണ് ഈ ദുനിയാവിൻ്റെ വിശാലമായ ലോകത്ത്. പിന്നെ ആഖിറത്തിൻ്റെ കാര്യമോ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ ഇങ്ങനെ നോക്കി കരയുന്നുണ്ട്. ആളുകൾ ചോദിക്കുക, എന്തിനാ അങ്ങനെ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ഏകാന്തത ഓർക്കുമ്പോൾ കരഞ്ഞു പോവുകയാണ്. ഖബറിൽ ഒറ്റക്കല്ലേ നീ അങ്ങനെ ഓർക്കും? അപ്പൊ എനിക്ക് കരച്ചിൽ വരുന്നു എന്ന് റസൂലുള്ളാഹിന്റെ 2 മക്കളുടെ ഭർത്താവാകാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത ദിന്നൂറൈനി എന്ന നാമധേയം കൊണ്ട് അനുഗ്രഹീതമായ ഉസ്മാനെ, സ്വർഗത്തിന്റെ ഒരു വാതിലിൽ ഞാൻ നിന്റെ പേര് വായിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹിന്റെ റസൂല് സന്തോഷമറിയിച്ചൊരു മനുഷ്യൻ. അവരൊക്കെ ഒരു ജീവിത പാതയാണ് അവിടെ നമ്മൾ വഹിക്കുന്നത്. അതുകൊണ്ട് അടയാളപ്പെടുത്താൻ നമുക്ക് നമ്മളേ ഉള്ളൂ. ആ ബോധമുണ്ടാകണം, ആ രീതിയിൽ ചിന്തകളുണ്ടാകണം. അതിൽ വഖഫ് എന്ന് പറയുന്നൊരു തലം ചിന്തിക്കുമ്പോൾ അത് അടയാളപ്പെടുത്താൻ
അവസരം അല്ലാഹ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അറിയുന്നവൻ അല്ലാഹുവാണ്. അതിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.